ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡീകൊളണൈസേഷൻ ഓർ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ആഫ്രിക്കയിലും ഏഷ്യയിലും ഉണ്ടായ കോളനി വിരുദ്ധ സമരങ്ങൾ, അല്ലെങ്കിൽ അതിനെ തന്നെയാണ് ഡീകൊളണൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡീകൊളണൈസേഷൻ? ദിസ് എ പ്രോസസ് ബൈ വിച്ച് colonized country become independent. A country that was previously a colony becomes politically independent. Action of changing from colonial to or colonized to independent status. കോളനിവൽക്കരണത്തിൻ്റെ കീഴിലായിരുന്ന ഒരു രാജ്യം അതിൽ നിന്ന് മോചിതരാവുക. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യയിലെയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്യൻ സാമ്രാജ്യത്വ മേധാവിത്വത്തിൽ നിന്നും സ്വതന്ത്രരായി. ഈ ഒരു പ്രക്രിയയാണ് ചരിത്രകാരന്മാർ ഡീകൊളണൈസേഷൻ എന്ന ടേം കൊണ്ട് വിവക്ഷിക്കുന്നത്. 1945-നും 1960-നും ഇടക്ക് 3 ഡസൻ ന്യൂ സ്റ്റേറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക അച്ചീവ്ഡ് ഓട്ടോണമി. ഒരുപാട് പുതിയ രാഷ്ട്രങ്ങൾ ആവിർഭവിച്ചു വന്നു. ഏഷ്യയിലെ ആഫ്രിക്കയിലെ 90% രാഷ്ട്രങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ടതാണ്. ആൻഡ് ദിസ് ഈസ് എ മാപ്പ് ഓഫ് യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക ബിഫോർ 1945. See the green color, which is once a colony of France or French colony, and this is the French area, and this color, violet blue color, is the colony of Britain. And most of the part of Asia and Africa colonized by European powers, mostly by British and French. And comes to causes of decolonization. അപകോളനീകരണത്തിൻ്റെ കാരണങ്ങൾ. പൊതുവെ ഉണ്ടായിരുന്ന കോളനി വിരുദ്ധ സമരങ്ങൾ അല്ലെങ്കിൽ ദേശീയത ആവിർഭവിക്കുന്നതിൻ്റെയൊക്കെ പൊതുവായ കുറച്ച് കാരണങ്ങളാണ് ആദ്യം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ അക്വയർഡ് ബൈ ഏഷ്യൻ ആഫ്രിക്കൻസ്, അവർക്കുണ്ടായ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഫലമായിട്ട് പുതിയ പുതിയ അറിവുകൾ രൂപപ്പെട്ടതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ഒരു എൻലൈറ്റൻമെൻറ്റിൻ്റെ ഭാഗമായി. പിന്നെ 2 ലോകമഹായുദ്ധങ്ങൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ യൂറോപ്യൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. യൂറോപ്യന്മാർ അപരാജിതരാണെന്നുള്ള ഒരു മിത്തിനെയൊക്കെ പൊളിച്ചടക്കുന്നത് 2-ാം ലോക മഹായുദ്ധമാണ്. അതോടൊപ്പം 1-ാം ലോക മഹായുദ്ധവും അത്തരം സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ദെൻ നാഷണലിസം, ദേശീയത. ഈ കോളനികളിൽ ഉണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൂടി കണ്ടെത്താൻ പറ്റും. അതിലൊന്ന്, 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രബലമായിട്ടുള്ള ആഫ്രിക്കയും സോവിയറ്റ് യൂണിയനും ഇമ്പീരിയലിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങൾക്കൊന്നും കൊളോണിയലിസത്തിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. Then European nations can no longer afford empire after Second World War. They could not maintain an empire, a colonial empire, because of their economic decline. സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള ഒക്കെ ഉണ്ടായ തകർച്ച കൊണ്ട് വലിയ സാമ്രാജ്യങ്ങൾ, കോളനികൾ നിലനിർത്താൻ ഇത്തരം രാഷ്ട്രങ്ങൾക്ക് പറ്റിയിട്ടില്ല. Then a nationalist movement or strong anti-colonial movements in colonies. That was the main reason by which or from which decolonization actually happened. ഇനി ഏഷ്യയിൽ ഡീകൊളണൈസേഷൻ എന്ന് പറയുന്ന വസ്തുതയിലേക്ക് വരുമ്പം, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ബ്രിട്ടൻ്റെ കോളനികളായിരുന്നു. ഈ ഗ്രേ മാർക്കിൽ കളർ ചെയ്താണ് ബ്രിട്ടീഷ് കോളനികളാണ്. ദെൻ ഫ്രാൻസ്, നെതർലൻഡ് ഒക്കെ ഇവിടെ കോളനികളുണ്ടായി. ഏഷ്യയിലെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളനിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഡീകൊളോണിയൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായി എന്നുള്ളത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. 1947 മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കന്മാരുടെ ശ്രമഫലമായി ഒരുപാട് തുടർച്ചയായിട്ടുള്ള സമരങ്ങളിലൂടെ ബ്രിട്ടനിൽ നിന്നും 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ചൈനയിലേക്ക് വരുമ്പോൾ, ചൈനയിലെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു, യൂറോപ്യന്മാരുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും ചൈനയിലെ ആഭ്യന്തര യുദ്ധമാണ് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ സിവിൽ വാർ. കമ്മ്യൂണിസ്റ്റുകളും
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും ചിയാൻ കൈഷക്കിന്റെ സൈന്യത്തിനെതിരെ മാവോ സേത്തുങ്ങിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരം. അങ്ങനെയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന PRC 1949 രൂപീകരിക്കപ്പെടുന്നത്. ആഫ്രിക്കയിലേക്ക് വരുമ്പം കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഗാനയാണ് ആഫ്രിക്കയിലെ ഡീകൊളോണിയൽ പ്രോസസ്സിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. അൾജീരിയ 1962 ഫ്രാൻസിനെതിരെ വലിയ സമരം ഉണ്ടാക്കുന്നു. നൈജീരിയ 1970 സിവിൽ വാർ ഉണ്ടാകുന്നു. സൗത്ത് ആഫ്രിക്കയിൽ, പിന്നീട് ആഫ്രിക്കയിലുമായി ദേശീയ ഡീകൊളോണൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അപാർത്തീഡ് എന്ന് പറയുന്ന വർണ്ണവിവേചനം. നമുക്കത് ചർച്ച ചെയ്യാം. ഗാന 1957 ബ്രിട്ടനിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടുന്നത്. ക്വാമി എൻക്രൂമയാണ് ഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്തത്. ക്വാമി എൻക്രൂമയാണ് ഈ കാണുന്നത്. 1947 ഗാന. അതിനു മുന്നേ ഗോൾഡ് കോസ്റ്റ് എന്നവയാണ് ഗാനയുടെ പേര്. പിന്നീട് ഗാന എന്ന പേര് സ്വീകരിച്ചു. കെനിയയിലേക്ക് വരുമ്പം 1963 കെനിയ സ്വാതന്ത്ര്യം നേടുന്നത്. ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ജൊമോ കെനിയാത്ത എന്ന് പറയുന്ന ലീഡറിന്റെ നേതൃത്വത്തിലാണ് കോളനി വിരുദ്ധ സമരങ്ങൾ നടന്നത്. പിന്നീട് അദ്ദേഹം തന്നെ കെനിയയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായി മാറി. കെനിയയിലെ കലാപങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവമാണ് മൗമൗ കലാപം, മൗ ലഹള. ഒരു കർഷക സമൂഹത്തിന്റെ സമരമാണ്. അവർ സൈനിക നടപടിയിലേക്ക് വരുന്നു. അതാണ് കെനിയയിലെ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട, ദേശീയ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ജൊമോ കെനിയാത്ത. അൾജീരിയയിലേക്ക് വരുമ്പോൾ അൾജീരിയയിൽ അഹമ്മദ് ബിൻ ബെല്ലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫ്രഞ്ച് വിരുദ്ധ കലാപമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അൾജീരിയ 1900 അൾജീരിയൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒരു ശക്തമായിട്ടുള്ള ഒരു സമരം യഥാർത്ഥത്തിൽ നടന്നത് അൾജീരിയയിലാണ്. 1954 തുടങ്ങി 62 ജൂലൈ 3 അതിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഉള്ള സംഭവങ്ങളാണ് അൾജീരിയയിലെ ഡീകൊളോണൈസേഷൻ പ്രക്രിയയിലുള്ളത്. സൗത്ത് ആഫ്രിക്കയിലേക്ക് വരുമ്പം 1990കളിലാണ് സൗത്ത് ആഫ്രിക്കയുടെ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത്. ആഫ്രിക്കൻ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ നേതൃത്വത്തിൽ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിലാണ് ആഫ്രിക്കയിൽ ഡീകൊളോണിയലിസം യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആഫ്രിക്കയിലെ കോളനി വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായ വേറൊരു സംഭവമാണ് അപ്പാർത്തീഡ്, വർണ്ണവിവേചനം. ഇവിടെ കാണുന്ന കുറെ ബോർഡുകൾ, വൈറ്റ് ഏരിയ, വെയിറ്റിംഗ് റൂം ഫോർ വൈറ്റ്സ് ഓൺലി, ഇങ്ങനെ ശക്തമായിട്ടുള്ള റേഷ്യൽ ആയിട്ടുള്ള സെഗ്രിഗേഷൻ, വർഗപരമായിട്ടുള്ള ഒരു വിവേചനം ശക്തമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്നു. അതിനെയാണ് അപ്പാർത്തീഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേഷ്യൽ സെഗ്രിഗേഷൻ. സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു വർഗ വിവേചനമാണ് ആഫ്രിക്കയിൽ. 1948 മുതൽ 90കൾ വരെ നിലനിന്നു. ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള ഈ അപ്പാർത്തീഡിനെതിരെയുള്ള ബ്ലാക്സിന്റെ ഒരു സമരമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിന് നേതൃത്വം ആണ് നെൽസൺ മണ്ടേല കൊടുക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ആഫ്രിക്ക സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നതൊക്കെ. സൗത്ത് ആഫ്രിക്കയിലെ സമരത്തിന് നേതൃത്വം കൊടുത്ത നെൽസൺ മണ്ടേല. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളാണ് ഡീകൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ